ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബേബി പൗഡേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ ഡോക്ടേഴ്സും പീഡിയാട്രിഷ്യൻസും എല്ലാവരും ഒന്നടങ്കം ബേബി പൗഡേഴ്സ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് എന്നുള്ള റീസൺസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. മാത്രമല്ല, ബേബി പൗഡർ ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റേത് പ്രോഡക്റ്റാണ് നമുക്ക് കുട്ടികൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യവും നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. പണ്ട് മുതൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് കുട്ടികളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പൗഡർ ഇട്ട് കൊടുക്കുക, അതുപോലെ കണ്ണെഴുതി കൊടുക്കുക എന്നൊക്കെയുള്ളത്. എന്നാൽ ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയുന്ന കാരണം തന്നെ പലരും ഈ ബേബി പൗഡേഴ്സും കാജലും ഒന്നും കുട്ടികൾക്ക് ഉപയോഗിക്കാറില്ല. എന്നിരുന്നാൽ പോലും ചിലരെങ്കിലും ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പലരും പൗഡർ ഉപയോഗിക്കുന്ന പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തേത്, പലരും ഉപയോഗിക്കുന്ന നല്ലൊരു മണം കുട്ടികൾക്ക് ഉണ്ടാവാനായിട്ടാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പണ്ടൊക്കെ നമ്മളൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുള്ള വീടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പൗഡറിൻ്റെ മണം ആ വീട് മൊത്തം ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ സ്കിന്ന് സോഫ്റ്റ് ആവാനായിട്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നവരുണ്ട്, ചൂടുകുരു വരാതിരിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നവരുണ്ട്, പിന്നെ റാഷസും എസ്പെഷ്യലി ഡയപ്പർ റാഷസ് പോലത്തുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനാണെന്നും പറഞ്ഞ് പൗഡർ ഇടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് പലരും പൗഡർ യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴാണ് ബേബി പൗഡേഴ്സ് മോശമാണ് എന്ന് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്രഗ്നൻസിക്കൊക്കെ വളരെ മുൻപാണ്. എൻ്റെ MBAയുടെ ഭാഗമായിട്ട് ഞാനൊരു പ്രോജക്റ്റ് ചെയ്യുകയുണ്ടായി. ആ ഒരു സമയത്ത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള, ഇൻഫാക്റ്റ് ടോപ്പ് മോസ്റ്റ് ബ്രാൻഡ് എന്ന് തന്നെ പറയാം ബേബി പ്രോഡക്ട്സിൻ്റെ, അവരൊരു വളരെയധികം സീരിയസ് ആയിട്ടൊരു കോൺട്രവേഴ്സിയിൽ പെടുകയുണ്ടായി. അതായത് പലരും ഇവരുടെ ബേബി പൗഡറിനകത്ത് കാർസിനോജൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. കാർസിനോജൻസ് എന്ന് പറയുന്നത് ക്യാൻസർ കോസിങ് ആയിട്ടുള്ള, ക്യാൻസർ വരുത്താൻ സാധ്യതയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈ ക്യാൻസർ വരുത്താൻ സാധ്യതയുള്ള സാധനങ്ങൾ ഇവരുടെ ഈ പൗഡറിലുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കേസ് കൊടുക്കുകയും അങ്ങനെ ആ ഒരു കമ്പനി കംപ്ലീറ്റ് കോൺട്രവേഴ്സിയിൽ നിന്നിരുന്ന ഒരു സമയമാണ്. മാത്രമല്ല, ആ കമ്പനി തന്നെ അക്സെപ്റ്റും ചെയ്തിരുന്നു ദാറ്റ് ആ ഒരു കമ്പനിയുടെ ബേബി പൗഡേഴ്സിൽ കാർസിനോജൻസ് ഉണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു കോൺട്രവേഴ്സിനെ കുറിച്ചായിരുന്നു പ്രോജക്റ്റൊക്കെ. ആ സമയത്ത് മനസ്സിലായി ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പൗഡറിനകത്ത് ധാരാളം അൺവാണ്ടഡ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്. അത് കുട്ടികൾക്ക് വളരെയധികം ദോഷം ചെയ്യും, ക്യാൻസർ പോലത്തുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും, നമ്മൾ ഈ ഒരു ബ്രാൻഡിൻ്റെ പൗഡർ ഉപയോഗിക്കാതിരുന്നാൽ പോരെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കെമിക്കൽസ് ഉള്ള ബ്രാൻഡിൻ്റെ പൗഡർ ഉപയോഗിക്കാതിരുന്നാൽ പോരെ, ഏതെങ്കിലും നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ പൗഡേഴ്സ് ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണങ്ങളാണ് ഇനി പറയുന്നത്. ഒരിക്കലും പൗഡേഴ്സിലുള്ള കെമിക്കൽസ് കൊണ്ട് മാത്രമല്ല കുട്ടികൾക്കത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. എത്ര ഹെർബലായിട്ടുള്ള പൗഡർ ആണെങ്കിൽ പോലും അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും കുട്ടികൾക്കുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ടുള്ളത്, കുട്ടികളുടെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ്ലി മെച്യൂർ ആയിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പൗഡറിലുള്ള വളരെ ചെറിയ പാർട്ടിക്കിൾസ് മൂക്കിലൂടെ ഉള്ളിലോട്ട് പോവുകയും അവരുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ അത് എഫക്റ്റ് ചെയ്യും. ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവാം, വളരെ സീരിയസ് ആയിട്ടുള്ള ബ്രീത്തിങ് ഇഷ്യൂസ് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വളരെ ചെറിയ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് പോകാൻ സാധ്യതയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തന്നെ മുതിർന്ന ആൾക്കാർ തന്നെ പൗഡർ ഇടാനായിട്ട് നമ്മുടെ കയ്യിലെടുത്ത് നമ്മളൊന്ന് മുഖത്തിടുന്നതിനുള്ളിൽ തന്നെ എത്ര ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ഇട്ടാലും അത് നമ്മുടെ ഡ്രസ്സിങ് ടേബിളിലാവും, നമ്മുടെ തറയിലൊക്കെ ആവുന്നത് നിങ്ങൾക്ക് കാണാം, നമ്മുടെ ഡ്രസ്സിലാവും, അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത് സ്പ്രെഡായി പോകും. അത് അത്രയും ചെറിയ പാർട്ടിക്കിൾസ് ആയതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളുടെ മൂക്കിനകത്തോട്ട് പോകാനും വളരെയധികം സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ മൂക്കിലോട്ട് പോകുന്നതും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതും. അപ്പോൾ ഇത് ആദ്യത്തെ കാരണം, നമ്മൾ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ബേബി പൗഡേഴ്സ് ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്നുള്ളത്. അതുപോലെ തന്നെ പൗഡർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പല കുട്ടികളിലും സ്ഥിരമായിട്ട് മാറാത്ത തുമ്മലും ജലദോഷവും ഒക്കെ കണ്ടുവരുന്നുവെന്നും പറയാറുണ്ട്. പിന്നെ ഉള്ളത്, സ്കിന്ന് നന്നാക്കാനായിട്ട് നമ്മൾ, അല്ലെങ്കിൽ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു പൗഡർ എന്ന് പറയുന്ന പലരും യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റാണ് ആക്ച്വലി സംഭവിക്കുന്നത്. പല കുട്ടികളിലും ഡെർമറ്റൈറ്റിസ് പോലത്തുള്ള സ്കിൻ ഇഷ്യൂസ് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചൂടുകുരു വരുന്ന സമയത്താണ് ഈ പൗഡർ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്വെറ്റ് പോഴ്സിനെ അത് വീണ്ടും ക്ലോഗ് ചെയ്യാനും, അതായത് ഈ ചൂടുകുരു എന്ന് പറയുന്ന പ്രശ്നം തന്നെ കൂടാനുള്ള സാധ്യതയാണുള്ളത്. ഒരിക്കലും അത് കുറയാനുള്ള സാധ്യതയല്ല.
നമ്മൾ പൗഡർ ഉപയോഗിക്കുമ്പോൾ വരുന്നത്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് ബേബി പൗഡേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നമ്മൾ ബേബി പൗഡേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പകരം നമുക്ക് മറ്റേതൊരു പ്രോഡക്റ്റാണ് കുട്ടികളുടെ സ്കിന്നിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നൊരു സംശയം ഉണ്ടാവും. ഇപ്പം ഞങ്ങളുടെ മോള് ജനിച്ച് ഞങ്ങൾ ആ ഒരു ന്യൂ ബോൺ സ്റ്റേജ്, അതായത് 7 ദിവസം കഴിഞ്ഞാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസ്ചാർജിന് മുമ്പ് ഞങ്ങളുടെ പീഡിയാട്രീഷ്യൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു പൗഡർ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസിങ് ലോഷനും തന്നിരുന്നു. അപ്പോൾ ഈ മോയ്സ്ചറൈസിങ് ലോഷന് നമ്മൾ കുട്ടിയുടെ കുളി കഴിഞ്ഞിട്ട് തേച്ച് കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് ചെയ്തിട്ടുള്ളതും. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഈ പ്രോഡക്റ്റ് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ നമ്മുടെ സ്കിൻ കെയർ വീഡിയോയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും കാണാം. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരു സ്കിൻ മോയ്സ്ചറൈസർ ഉപയോഗിക്കാം പൗഡറിന് പകരം. പിന്നെ എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും ഡയപ്പർ റാഷ് ട്രീറ്റ് ചെയ്യാനായിട്ടും പൗഡർ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതുപോലെ തന്നെ ഈ മടക്കുകൾ, കുട്ടികൾ ജനിക്കുന്ന ആ ഒരു ന്യൂ ബോൺ സ്റ്റേജിൽ അവരുടെ കാലിൻ്റെ തുടയുടെ ഭാഗത്തായാലും കൈയിൻ്റെ ഭാഗത്തായാലും ഒക്കെ ധാരാളം ഇങ്ങനെ മടക്കുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ മടക്കുകളുടെ ഉള്ളിലും പലരും ഇതുപോലെ പൗഡർ ധാരാളം ഇട്ട് കൊടുക്കാറുണ്ട്, അവിടുത്തെ സ്കിന്ന് പൊളിഞ്ഞു പോകാതിരിക്കാനൊക്കെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺസേൺ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരം പൗഡർ ഉപയോഗിക്കരുത്. അതിന് പകരം നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ കൂടുതൽ സ്വെറ്റ് ചെയ്യുന്ന കുട്ടികളാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തും നല്ലൊരു ടവൽ ഉപയോഗിച്ച് അതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി ആ ഏരിയ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതുപോലത്തെ ഒരു മോയ്സ്ചറൈസറോ മറ്റോ ഇട്ട് കൊടുക്കുക. പിന്നെ ചൂട് സമ്മറൊക്കെ ആണെങ്കിൽ അത്യാവശ്യത്തിന് ഫാനൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു സ്വെറ്റിൻ്റെ പ്രശ്നവും അതുപോലെ ആ മടക്കിലൊക്കെ നനവ് തങ്ങി നിൽക്കാതെയും ഇരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ ഡയപ്പർ റാഷിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങിയല്ലോ. അപ്പോൾ ഡയപ്പർ റാഷും വരാതിരിക്കാനായിട്ട് ഒരിക്കലും പൗഡർ ഉപയോഗിക്കേണ്ട. അതിന് പകരം നമുക്ക് ഡയപ്പർ റാഷ് ക്രീംസ് ഉപയോഗിക്കാം. അതും ഡെയിലി യൂസൊന്നും വേണ്ട. അതിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഡയപ്പർ റാഷ് പ്രിവെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനലും കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.